ഹലോ ഗായ്സ്, സൈലന്റ് ഫുട്ബോളിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഈ ഒരു പ്രീമിയർ ലീഗ് സൺഡേയിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു ലണ്ടൻ ഡെർബിയാണ് വരുന്നത്. ടോപ്പ് 4 രണ്ട് പവർ ഹൗസ് ക്ലബ്ബുകളാണ് ആഴ്സണലും ചെൽസിയും തമ്മിലാണ് ഈ മത്സരം വരുന്നത്. എമിറേറ്റ്സ് സ്റ്റേഡിയത്തിൽ ആഴ്സണലിൻ്റെ ഹോം മാച്ചാണ് വരുന്നത്. സോ ഈ രണ്ട് ടീമുകളുടെയും പ്രീമിയർ ലീഗിലെ നിലവിലെ അവസ്ഥ നോക്കുകയാണെങ്കിൽ രണ്ടാം സ്ഥാനത്ത് 55 പോയിൻറ്റുമായിട്ടാണ് ആഴ്സണൽ നിൽക്കുന്നത് 28 മത്സരങ്ങൾക്ക് ശേഷം. ടോപ്പിലുള്ള ലിവർപൂളായിട്ട് ഇപ്പോൾ 15 പോയിൻറ്റിൻ്റെ വ്യത്യാസമുണ്ട്. ലിവർപൂൾ ഒരു മത്സരം കൂടുതൽ കളിച്ചിട്ടുണ്ട്, പക്ഷേ 15 പോയിൻറ്റിൻ്റെ വ്യത്യാസം നിലവിൽ ലിവർപൂളും ആഴ്സണലും തമ്മിലുണ്ട്. സോ പ്രീമിയർ ലീഗ് ടൈറ്റിൽ റേസിൻ്റെ സംസാരങ്ങളൊക്കെ കഴിഞ്ഞു, അതൊക്കെ ഗുദാവഹ, അതിനെപ്പറ്റി ഒന്നും വേറെ സംസാരിക്കാനില്ല. ചെൽസിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ 4ാം സ്ഥാനത്ത് 49 പോയിൻ്റായിട്ടാണ് നിൽക്കുന്നത്. സോ അവിടെ ചെറിയൊരു ഗ്യാപ്പേ ഉള്ളൂ. ആഴ്സണലും ചെൽസിയും തമ്മിൽ 6 പോയിൻറ്റിൻ്റെ വ്യത്യാസം മാത്രമാണ് നിലവിലുള്ളത്. സോ ഒരു ടോപ്പ് 4 ഫൈറ്റിന് വേണ്ടിയുള്ളൊരു നല്ലൊരു ജെനുവിൻ മത്സരമായിട്ട് തന്നെ, നല്ലൊരു കോൺടെസ്റ്റ് തന്നെ ഈ ഒരു മത്സരത്തെ കൺസിഡർ ചെയ്യാം എന്നുള്ളതാണ്. ശരിയാണ്, ഇപ്പോൾ മുൻപുള്ള സീസണുകളിലെ പോലെ തന്നെ ഈ രണ്ടാം ഡെർബിക്ക് അത്ര വലിയൊരു ഹൈപ്പും കാര്യങ്ങളൊന്നും വരുന്നില്ല. കാരണം ഇപ്പോൾ ആഴ്സണൽ ഓൾറെഡി ടൈറ്റിൽ റേസിൽ നിന്ന് പുറത്തായി, ചെൽസി ടൈറ്റിൽ റേസിൻ്റെ 7 എഴുത്ത് പോലും വന്നിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ടോപ്പ് 4 കാര്യം കൺസിഡർ ചെയ്യുമ്പോൾ ഇതൊരു ജെനുവിൻ കോൺടെസ്റ്റ് തന്നെയാണ്. പിന്നെ കഴിഞ്ഞ ആഴ്ച യുണൈറ്റഡ് ആയിട്ടുള്ള മത്സരം വന്നപ്പോൾ കണ്ടതാണ്, ആദ്യം വലിയ ഹൈപ്പൊന്നും ഉണ്ടായില്ല, പക്ഷേ മത്സരത്തിനോട് അടുക്കുമ്പോൾ ആ ഒരു റൈവൽറിയും ആ ഒരു ക്ലബ്ബുകളുടെ സ്റ്റാറ്റസും എല്ലാം തമ്മിൽ കൊളൈഡ് ചെയ്യും. സോ ഈ ഒരു മത്സരം മസ്റ്റ് വാച്ചബിൾ മാച്ച് തന്നെ ആവാൻ ചാൻസ് ഉണ്ട് പ്രീമിയർ ലീഗിൽ. ആ ഒരു പോയിന്റ് ടേബിളിൽ അതിൻ്റെ ഒരു ഹൈപ്പ് ക്രിയേറ്റ് ചെയ്യാൻ അവർക്ക് കഴിയുന്നില്ലെങ്കിലും ബട്ട് സ്റ്റിൽ ആ ഒരു മത്സരത്തിൽ അതിൻ്റേതായ ലെജൻഡറി സ്റ്റാറ്റസ് ഉണ്ട് എന്നുള്ളതാണ്. ഇനി രണ്ട് ടീമുകളുടെയും റീസെൻറ്റ് പ്രീമിയർ ലീഗ് ഫോം നോക്കുകയാണെങ്കിൽ ആഴ്സണൽ കഴിഞ്ഞ 3 പ്രീമിയർ ലീഗ് മത്സരത്തിൽ ഒരു വിജയം പോലും നേടാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ആദ്യം വെസ്റ്റ് ഹാമിനെതിരെ 1-0 ഒരു തോൽവി, അതിനുശേഷം നോട്ടിംഗ്ഹാം ഫോറസ്റ്റിനെതിരെ പ്രീമിയർ ലീഗ് ടേബിളിൽ 3ാമത് നിൽക്കുന്ന ആഴ്സണൽ തൊട്ട് താഴെ നിൽക്കുന്ന നോട്ടിംഗ്ഹാം ഫോറസ്റ്റിനെതിരെ ഒരു ഗോളില്ലാ സമനില, അതിനുശേഷം ലാസ്റ്റ് വീക്ക് ഓൾഡ് ട്രാഫോർഡിൽ പോയിട്ട് മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെതിരെ 1-1 ഡ്രോ. ഈ കഴിഞ്ഞ 3 റിസൾട്ടും കഴിഞ്ഞിട്ടാണ് എമിറേറ്റ്സ് സ്റ്റേഡിയത്തിൽ ആഴ്സണൽ ചെൽസിയായിട്ട് കളിക്കാൻ ഇറങ്ങുന്നത്. ഈ ചെൽസിയുടെ റീസെൻറ്റ് ഫോം നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ 2 മത്സരങ്ങളും വിജയിച്ചാണ് അവർ നിൽക്കുന്നത്. ആദ്യം സൗത്ത് ആംപ്ടനെതിരെ 4-0 വിജയം, അതിനുശേഷം ലാസ്റ്റ് മാച്ച് 1-0 ലെസ്റ്റർ സിറ്റിക്കെതിരെയുള്ള വിജയമായിരുന്നു. രണ്ടും അവരുടെ ഹോം മാച്ചായിരുന്നു. ഇനിയിപ്പോൾ ചെൽസിയുടെ റീസെൻറ്റ് പെർഫോമൻസ് അഗെയിൻസ്റ്റ് ആഴ്സണൽ നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് ചെൽസി ആഴ്സണലിനെതിരെ ഒരു മത്സരം വിജയിച്ചത് പ്രീമിയർ ലീഗിൽ ഓഗസ്റ്റ് 2021 അതിനുശേഷം ഒരു മത്സരം പോലും ചെൽസി ആഴ്സണലിനെതിരെ വിജയിച്ചിട്ടില്ല. ഇതേ ഫിക്സ്ചർ കഴിഞ്ഞ സീസണിൽ കളിച്ചപ്പോൾ 5-0 ഒരു തകർപ്പൻ വിക്ടറിയാണ് ആഴ്സണലിന് നേടാൻ കഴിഞ്ഞത്. ഈ ഒരു സീസണിൽ ഈ ഒരു ഫിക്സ്ചറിൻ്റെ റിവേഴ്സ് ഫിക്സ്ചർ സ്റ്റാൻഫോർഡ് ബ്രിഡ്ജിൽ കളിച്ചപ്പോൾ അവിടെ 1-1 ഡ്രോയിലാണ് മത്സരം അവസാനിച്ചത്. ആദ്യമേ ഗബ്രിയൽ മാർട്ടിനെല്ലി ആഴ്സണലിന് വേണ്ടി ഗോൾ നേടുന്നു, അതിനുശേഷം പെഡ്രോ നെറ്റോൻ്റെ ബോക്സിന് വെളിയിൽ നിന്നുള്ള ഒരു തകർപ്പൻ ഷോട്ടിൽ ഈക്വലൈസിങ് ഗോൾ കണ്ടെത്തായിരുന്നു ചെൽസി. അവിടെ മത്സരം അവസാന നിമിഷങ്ങളിലൊക്കെ വിജയിക്കാനുള്ള അവസരം ആഴ്സണലിന് ഉണ്ടായതാണ്, പക്ഷേ അത് മുതലാക്കാനൊന്നും ആഴ്സണലിന് കഴിഞ്ഞിരുന്നില്ല. സോ ഇനിയിപ്പോൾ ഈ മത്സരത്തിലേക്ക് വരുമ്പോൾ നമ്മൾ നോക്കുന്നത് രണ്ട് ടീമുകളുടെ ഭാഗത്തു നിന്നും അൺഅവൈലബിൾ ആയിട്ടുള്ള പ്ലെയേഴ്സ് ആരൊക്കെയാണെന്നുള്ളതാണ്. സോ വിസിറ്റേഴ്സായ ചെൽസിയുടെ അൺഅവൈലബിൾ പ്ലെയേഴ്സിൻ്റെ ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ മാർക്ക് ഗുയി ഇഞ്ചേർഡ് ആണ്, നിക്കോളസ് ജാക്സൺ ഇഞ്ചേർഡ് ആണ്, മെഡൂക്കി ഇഞ്ചേർഡ് ആണ്, മൊഡ്രിക്ക് ഈ ഒരു മത്സരത്തേക്ക് വരുമ്പോൾ സസ്പെൻഡഡ് ആണ്. അതുപോലെ ഡിഫൻസിൽ ഗസ്റ്റോൻ്റെ കാര്യം ഇപ്പോഴും ഡൗട്ടിലാണ്, താരം ഉണ്ടാകുന്നുള്ള കൺഫർമേഷൻ ഒന്നും പറയാറായിട്ടില്ല എന്നുള്ളതാണ്. സോ എൻസോ മലസ്കയുടെ കീഴിൽ ഒരു 4-2-3-1 ഫോർമേഷനിൽ ഇറങ്ങുന്ന ടീമിൻ്റെ ഒരു പ്രെഡിക്റ്റഡ് ലൈനപ്പ് എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും. ഗോൾ കീപ്പിങ്ങിൽ എന്തെങ്കിലും റോബർട്ട് സാഞ്ചസ് തന്നെയായിരിക്കും. അത് ഓൾറെഡി കോച്ച് എൻസോ മലസ്ക പ്രസ് കോൺഫറൻസിൽ പറഞ്ഞിട്ടുള്ളൊരു കാര്യമായിരുന്നു. സോ ഇനി ബാക്ക് 4ലേക്ക് നോക്കുകയാണെങ്കിൽ റീസ് ജെയിംസ്, അഡ്രബായോ, കോൾവില്, കുക്കുറല എന്നുള്ളതായിരിക്കും പ്ലെയേഴ്സിൻ്റെ ലൈനപ്പ്. ആൻഡ് മിഡ്ഫീൽഡ് പിവറ്റിൽ എൻസോ ഫെർണാണ്ടസും അതേപോലെ കസേഡോ ആയിരിക്കും ഉണ്ടാവുക. ആൻഡ് വിങ്സിൽ സാൻജോയും ഒരു സൈഡിൽ എൻഗുക്കും ആയിരിക്കും. ആൻഡ് അറ്റാക്കിംഗ് മിഡ്ഫീൽഡിംഗ് റോളിൽ ഉണ്ടാവുക കോൾ പാമർ ആയിരിക്കും. ആൻഡ് സ്ട്രൈക്കിംഗ് റോളിൽ പെഡ്രോ നെറ്റോ ആയിരിക്കും ആ ഒരു പൊസിഷനിൽ കളിക്കുക എന്നുള്ളതാണ്. ഇനി നേരെ ആഴ്സണലിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ആഴ്സണലിൽ പറയത്തക്ക പുതിയതായിട്ട് ഇഞ്ചുറി കൺസേൺസ് ഒന്നുമില്ല. ഓൾറെഡി സാക്ക തിരിച്ചു വരാൻ സമയമായിട്ടില്ല എന്നുള്ളതാണ്. ആൻഡ് ഫ്രണ്ട് ലൈനിൽ നമുക്കറിയാം ഗബ്രിയേൽ ജീസസും ഹാവേർട്സും ഡിഫൻസിലേക്ക് നോക്കുകയാണെങ്കിൽ ടോമിയാസും ഒക്കെ ഇഞ്ചേർഡാണ്. അതിനൊന്നും വലിയ മാറ്റമൊന്നും പറയത്തക്ക ഒന്നുമില്ല. ആൻഡ് പിന്നെ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റീസെൻ്റ്ലി ഇപ്പോൾ ലാസ്റ്റ് മാച്ചിൽ അത്യാവശ്യം ചാമ്പ്യൻസ് ലീഗിൽ PSVക്കെതിരെ നല്ലൊരു പ്രകടനം നടത്തിയ റഹീം സ്റ്റെർലിംഗ് ഈ ഒരു മത്സരത്തിന് ഉണ്ടാവില്ല എന്നുള്ളതാണ് സങ്കടകരമായൊരു കാര്യമാണ് പറയാനുള്ളത്. കാരണം വേറെ ഒന്നുമല്ല, ആൾ ചെൽസിയിൽ നിന്നാണ് ലോണിന് വന്നത്. സോ ആ ലോണിനൊരു എഗ്രിമെൻ്റ് ഉള്ളതാണ്. ചെൽസിക്കെതിരെയുള്ള മത്സരത്തിൽ സ്റ്റെർലിങ്ങിനെ കളിക്കാൻ കഴിയില്ല എന്നുള്ളത്. സോ റഹീം സ്റ്റെർലിംഗ് ഈ ഒരു മത്സരത്തിന് ഉണ്ടാവില്ല എന്നുള്ളതാണ്. സോ ഇനി ആഴ്സണലിൻ്റെ ലൈനപ്പും കാര്യങ്ങളും നോക്കുകയാണെങ്കിൽ 4-3-3 ഫോർമേഷനിൽ ഗോൾ കീപ്പിങ്ങിൽ ഡേവിഡ് റായി ആണ്. ആൻഡ് ഫോർമാൻ ഡിഫൻസിൽ ജൂലിയൻ ടിമ്പർ റൈറ്റ് ബാക്കിലും ആൻഡ് സെൻറ്റർ ബാക്കിൽ ആസ് യൂഷ്വൽ ഗബ്രിയേലും സാലിബയും. ആൻഡ് ലെഫ്റ്റിൽ
ലെഫ്റ്റ് ബാക്ക് പൊസിഷനിൽ കാലഫിയോറി ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യുക എന്നാണ് വിചാരിക്കുന്നത്. ആൻഡ് മിഡ്ഫീൽഡിലേക്ക് നോക്കുകയാണെങ്കിൽ സ്ഥിരമുള്ള പോലെ പാട്ടെ, ഒഡഗാർഡ്, റൈസ് തന്നെയാണ്. ആൻഡ് വിങ്സിലേക്ക് നോക്കുകയാണെങ്കിൽ റൈറ്റിൽ ഈതൻ ന്യൂനറിയും, ലെഫ്റ്റിൽ മാർട്ടിനലി തിരിച്ചെത്തിയ ടീമിലേക്ക്. ബട്ട് സ്റ്റിൽ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നു സ്റ്റാർട്ട് ചെയ്യുന്നത് ട്രൊസാർഡ് ആയിരിക്കും തന്നെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ആൻഡ് ആസ് എ സ്ട്രൈക്കർ മിക്കൽ മെറീനോ തന്നെ കണ്ടിന്യൂ ചെയ്യുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. സോ ഇതാണ് രണ്ട് ടീമുകളുടെയും പ്രെഡിക്റ്റഡ് ലൈനപ്പായിട്ട് നമ്മൾ പറയുന്നത്. സോ ഇനി ഒരു മത്സരത്തേക്ക് വരുമ്പോൾ നമുക്ക് എന്താണ് എക്സ്പെക്റ്റ് ചെയ്യാൻ കഴിയുക എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. സോ ഇപ്പോൾ ചെൽസിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ചെൽസിക്ക് ഈ അടുത്തൊരു മേജർ പ്രശ്നം എന്ന് പറയുന്നത് അവരുടെ സ്റ്റാർ പ്ലെയറായ കോൾ പാമർ ഗോളുകൾ കണ്ടെത്തുന്നില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ 9 മത്സരങ്ങളോളമായിട്ട് ഇൻ ഓൾ കോമ്പറ്റീഷൻസ് കോൾ പാമറിന് ഒരു ഗോൾ പോലും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. സോ ചെൽസിയുടെ അറ്റാക്കിങ്ങിൻ്റെ ഗൊന്തമനെയാണ് ഈ ഒരു പ്ലെയർ. സോ ഈ ഒരു പ്ലെയർ ക്ലിക്ക് ആവേണ്ടത് ചെൽസി അറ്റാക്കിന് എത്രത്തോളം ത്രെറ്റ് കൊണ്ടുവരാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ വളരെ ക്രൂഷ്യലായിട്ടുള്ളൊരു സംഗതിയാണ്. സോ അതുപോലെ തന്നെ കൗണ്ടർ അറ്റാക്കിങ് ചെൽസി കൂടുതൽ ശ്രമിക്കും എന്നുള്ളത് തന്നെയാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ആഴ്സണലാണെങ്കിൽ കുറച്ചും കൂടി ഡോമിനേറ്റിംഗ് ഗെയിമായിരിക്കും കളിക്കാൻ നോക്കുക. സോ അങ്ങനെ നോക്കുമ്പോൾ ബെറ്റർ കൗണ്ടർ അറ്റാക്കിംഗ് ആണ് നല്ലൊരു ഓപ്ഷൻ എന്നുള്ളത് ഇപ്പോൾ കോച്ച് എൻസോ മാസ്ക് തന്നെ പ്രസ് കോൺഫറൻസിൽ സൂചിപ്പിച്ചിട്ടുള്ളൊരു കാര്യമാണ്. സ്പേസുകൾ കണ്ടെത്തി ബെറ്ററായിട്ട് അറ്റാക്ക് ചെയ്യാൻ കഴിയും. ആഴ്സണൽ കൂടുതൽ പ്രസ് ചെയ്യുന്നൊരു സാഹചര്യത്തിൽ അല്ലെങ്കിൽ കൂടുതൽ ഡോമിനേറ്റ് ചെയ്യാൻ നോക്കുന്ന സാഹചര്യത്തിൽ കൂടുതൽ സ്പേസസ് കണ്ടെത്തി അത് യൂട്ടിലൈസ് ചെയ്യാൻ കഴിയുമെന്നുള്ള രീതിയിലാണ് എൻസോ മാസ്ക് പ്രസ് കോൺഫറൻസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ എന്തിരിക്കാലും പക്ഷേ ചെൽസിക്കും ആഴ്സണലും തമ്മിൽ നല്ല രീതിയിലുള്ള ക്വാളിറ്റിയുടെ വേരിയേഷൻ, നല്ല വ്യത്യാസമുണ്ട് രണ്ട് ടീമുകളുടെയും ക്വാളിറ്റി വെച്ച് നോക്കുമ്പോൾ. ഇപ്പോൾ പോയിന്റ് ടേബിളിൽ 6 പോയിൻറ്റിൻ്റെ വ്യത്യാസം ഉണ്ടെങ്കിലും ചെൽസിയും ആഴ്സണലും തമ്മിൽ കളിയുടെ കാര്യത്തിൽ വരുമ്പോൾ നല്ല ക്വാളിറ്റിയുടെ വ്യത്യാസമുണ്ട്. സോ ഇനിയിപ്പോൾ ആഴ്സണലിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഡിഫെൻസീവിലി ആഴ്സണലിന് വലിയ തലവേദനകളൊന്നുമില്ല. ഡിഫെൻസീവ് സോളിഡിറ്റി കീപ്പ് ചെയ്ത് കളിക്കാൻ പറ്റുന്ന പ്ലേയേഴ്സും ആ ഒരു ടീമും തന്നെയുണ്ട്. ആ കാര്യത്തിൽ വലിയ തലവേദനകളില്ല. പക്ഷേ പ്രശ്നം വരുന്നത് ഈ അറ്റാക്കിങ്ങിലേക്ക് വരുമ്പോഴാണ്, ഗോളുകൾ കണ്ടെത്തുന്ന കാര്യത്തിലാണ് പ്രശ്നം. നമുക്കറിയാം സ്ട്രൈക്കറിൻ്റെ അഭാവം. സത്യം പറഞ്ഞാൽ ചെൽസിക്കും ആഴ്സണലിനും ഈ ഒരു ടീമിൽ സിമിലാരിറ്റി എന്ന് പറയുന്നത് രണ്ട് ടീമുകൾക്കും സ്ട്രൈക്കർ ഇല്ലാണ്ടാണ് കളിക്കുന്നത് എന്നുള്ളതാണ്. നിക്കോളാസ് ജാക്സണും എഡ്യൂക്കയിലും അവിടെ ഇഞ്ചേർഡ് ആണെങ്കിൽ ഇവിടെ ഹാവേർഡ്സും ജീസസും എല്ലാം ഇഞ്ചേർഡ് ആണ്. സോ രണ്ട് ടീമുകൾക്കും സ്ട്രൈക്കിംഗ് ഏരിയാസിൽ വേറെ പ്ലേയേഴ്സാണ് കവർ ചെയ്യുന്നത്. ചെൽസിക്ക് പെഡ്രോ നെറ്റോ ആണെങ്കിൽ മിക്കൽ മെറീനോ ആണ് ആഴ്സണലിന് വേണ്ടി കവർ ചെയ്യുന്നത്. സോ ആ ഒരു സിമിലാരിറ്റി രണ്ട് ടീമുകൾക്കും ഉണ്ട് എന്നുള്ളതാണ്. സോ ആഴ്സണലിനെ സംബന്ധിച്ച് റീസെൻ്റ് ആയിട്ട് അത്യാവശ്യം ഗോളുകൾ കണ്ടെത്താൻ കഴിഞ്ഞത് PSVക്കെതിരെ ചാമ്പ്യൻസ് ലീഗിൻ്റെ ലെഗ് 1 അവരുടെ സ്റ്റേഡിയത്തിൽ പോയിട്ട് 7-1 ഒരു വിക്ടറി നേടിയപ്പോഴാണ് അത്യാവശ്യം ആഴ്സണൽ ഗോളുകൾ കണ്ടെത്താൻ കഴിഞ്ഞത്. പക്ഷേ ആ ഒരു സെയിം പെർഫോമൻസ് ലാസ്റ്റ് വീക്ക് പ്രീമിയർ ലീഗിൽ ഓൾഡ് ട്രാഫോർഡിൽ പോയിട്ട് റിപ്ലിക്കേറ്റ് ചെയ്യാനായിട്ട് ആഴ്സണൽ സ്ക്വാഡിന് കഴിഞ്ഞില്ല എന്നുള്ളതാണ്. സോ എഗെയിൻ ആ ഒരു ഗോൾ കണ്ടെത്തുക എന്നുള്ളൊരു മേജർ പ്രശ്നം ആഴ്സണലിൽ അതാണ് ആഴ്സണൽ ഈ അടുത്തായിട്ട് അലട്ടുന്ന ഏറ്റവും വലിയ പ്രശ്നം പ്രീമിയർ ലീഗിൽ വെച്ച് നോക്കുകയാണെങ്കിൽ. സോ ഗോൾ കണ്ടെത്തണം ആഴ്സണലിന്. നല്ല രീതിയിൽ പ്രസ്സിങ് ആഴ്സണൽ പ്ലേയേഴ്സ് ഫ്രണ്ട് ലൈനിൻ്റെ ഭാഗത്ത് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ആ ഒരു പ്രസ്സിങ്ങിൽ ചെൽസിയെ ഡോമിനേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ചെൽസിയെ ബീറ്റ് ചെയ്യാം എന്നുള്ളത് തന്നെയായിരിക്കും പ്രൈമറി ടാർഗറ്റ് എന്ന് തോന്നുന്നു മത്സരത്തേക്ക് വരുമ്പോൾ. ഒരു ഹൈ സ്കോറിംഗ് ഗെയിം ഞാൻ എന്തായാലും എമിറേറ്റ്സ് സ്റ്റേഡിയത്തിൽ സൺഡേ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. ആഴ്സണലിന് ഗോൾ അടിക്കാനുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. അതേപോലെ ചെൽസി സൈഡിൽ കോൾ പാമർ അധികം ക്ലിക്ക് ആവുന്നില്ല. സോ ഈ ഒരു സാഹചര്യത്തിൽ ഹൈ സ്കോറിംഗ് ഗെയിം ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. ബട്ട് സ്റ്റിൽ ആഴ്സണൽ തന്നെ വിജയിക്കും എന്നുള്ളതാണ് ഞാൻ പ്രിഡിക്റ്റ് ചെയ്യുന്നത്. സ്കോർ ലൈൻ ഞാൻ പ്രിഡിക്റ്റ് ചെയ്യുന്നില്ല, കാരണം ഈ അടുത്തൊക്കെ ഞാൻ എൻ്റെ പ്രഡിക്ഷൻസ് ഒരുപാട് പാളി പോകുന്നുണ്ട്. പക്ഷേ ഓഡിയൻസായി നിങ്ങൾക്ക് താഴെ കമൻറ്റ് സെക്ഷനിൽ നിങ്ങളുടെ സ്കോർ ലൈൻ പ്രഡിക്ഷൻസ് രേഖപ്പെടുത്താവുന്നതാണ്. സോ ഇനി രണ്ട് ടീമുകൾക്കും മിഡ് വീക്കിൽ ഒരു വിജയം അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് നോട്ടിലാണ് മിഡ് വീക്കിൽ നിന്ന് ഈ വീക്കെൻഡിലേക്ക് വരുന്നത്. കാരണം രണ്ട് ടീമുകൾക്കും യൂറോപ്പിൽ മത്സരം ഉണ്ടായിരുന്നു. രണ്ട് ടീമുകളും അതാത് കോമ്പറ്റീഷനിൽ റൗണ്ട് ഓഫ് 18 പ്രോഗ്രസ് ചെയ്തു എന്നുള്ളതാണ്. ചെൽസി ആണെങ്കിൽ കോപ്പൻഹാഗനെതിരെ ഒരു ഗോളിൻ്റെ വിജയം നേടി ടോട്ടൽ അഗ്രിഗേറ്റ് 3-1 കോൺഫറൻസ് ലീഗിൽ റൗണ്ട് ഓഫ് 18 പ്രോഗ്രസ് ചെയ്തു. ആഴ്സണലാണെങ്കിൽ ചാമ്പ്യൻസ് ലീഗിൽ PSVക്കെതിരെ ഒരു 2-2 ഡ്രോയാണ് അവർ വഴങ്ങിയത് ഹോം സ്റ്റേഡിയത്തിൽ. 2 തവണ ലീഡ് എടുത്തതിന് ശേഷം 2 തവണ ലീഡ് വിട്ടുകൊടുത്തിട്ടാണ് ആ ഒരു റിസൾട്ടിൽ അവസാനിച്ചത്. പക്ഷേ ഫസ്റ്റ് ലെഗിൽ നല്ലൊരു സ്കോർ ലൈനിൽ വിജയിച്ചുകൊണ്ട് ടോട്ടൽ അഗ്രിഗേറ്റ് 9-3 PSVനെ തോപ്പിച്ചാണ് അവർ റൗണ്ട് ഓഫ് 18 പ്രോഗ്രസ് ചെയ്യുന്നത്. അവിടെ റയൽ മാഡ്രിഡ് ആണ് ആഴ്സണലിൻ്റെ എതിരാളികളായിട്ട് വരുന്നത്. സോ അതിനെപ്പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നെ ഒരു വീഡിയോ സംസാരിക്കാം. സോ ഇനിയിപ്പോൾ മിക്കേൽ ആർട്ടേറ്റയെ സംബന്ധിച്ചിടത്തോളം ഇനിയിപ്പോൾ പ്രീമിയർ ലീഗിനെ പറ്റി ചിന്തിക്കേണ്ട, പ്രീമിയർ ലീഗ് റേസിനെ പറ്റിയോ ലിവർപൂളിനെ പറ്റിയോ ആർനെ സ്ലോട്ടിൻ്റെ പദ്ധതികളെ പറ്റിയോ ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമേ ഇല്ല. കാരണം ഓൾറെഡി അത് കഴിഞ്ഞൊരു ചാപ്റ്ററാണ് ഏറെക്കുറെ. സോ ഇനിയിപ്പോൾ ആകെയുള്ളൊരു പോസിബിലിറ്റി ഈ ഒരു സീസണിൽ സിൽവർ വെയറുമായിട്ട് അവസാനിപ്പിക്കാനുള്ളത് ചാമ്പ്യൻസ് ലീഗ് മാത്രമാണ്. പക്ഷേ പ്രീമിയർ ലീഗിൽ ആ ഒരു ടോപ്പ് 2 സ്പോട്ടിൽ, ആ ഒരു സെക്കൻഡ് സ്പോട്ടിൽ വളരെ കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കുന്ന ആഴ്സണൽ പിന്നീടുള്ള 10 മത്സരങ്ങൾ അനാവശ്യമായി പോയിന്റ്സ് ഡ്രോപ്പ് ചെയ്ത് അനാവശ്യ ഒരു കോമ്പറ്റീഷൻ അവിടെ കൊണ്ടുവരാതെ നോക്കേണ്ടത് മിക്കൽ ആർട്ടറ്റയുടെ കടമയാണ്. സോ ഈ ഒരു മത്സരത്തിൽ വിജയം, ഫോർത്ത് നിൽക്കുന്ന ഒരു ടീമിനെതിരെയുള്ള വിജയം വളരെ ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. പോസിറ്റീവ് റിസൾട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആഴ്സണലിന്. എസ്പെഷ്യലി ഇങ്ങനെ ഒരു
സാഹചര്യത്തിൽ പ്രീമിയർ ലീഗിൽ എന്തായാലും ഓൾറെഡി ടോപ്പ് സ്പോട്ട് ഇനിയിപ്പോൾ ലക്ഷ്യം വെച്ചാലും കിട്ടാത്തൊരു സാഹചര്യത്തിൽ ഇതേപോലെയുള്ള ഒരു മത്സരങ്ങളിൽ ഇനി പോയിന്റ്സ് ഡ്രോപ്പ് ചെയ്യാതിരിക്കേണ്ടത് അത്ലറ്റിക്ക് വളരെ ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. ഇനി എൻസമലസ്കയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ടോപ്പ് 4 ആണ് അവർക്ക് ഈ ഒരു സീസണിലെ ഒരു റീസണബിൾ ടാർഗറ്റ് എന്ന് പറയുന്നത്. സോ ഈ ഒരു മത്സരം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം തൊട്ട് താഴെ തന്നെ സിറ്റിയും ന്യൂകാസിൽ യുണൈറ്റഡും ഒക്കെ ആ ഒരു ടോപ്പ് 4 സ്പോട്ടിന് വേണ്ടി ഫൈറ്റ് ചെയ്യുന്നുണ്ട്. തൊട്ട് മുകളിൽ തന്നെ നോട്ടിംഗ്ഹാം ഫോറസ്റ്റും ഉണ്ട് എന്നുള്ളതാണ്. സോ എൻസമലസ്കയ്ക്ക് ഈ ഒരു മത്സരത്തിലെ റിസൾട്ട്, ഒരു പോസിറ്റീവ് റിസൾട്ട് വളരെ വലിയ ബൂസ്റ്റ് ആയിരിക്കും. ടേബിളിലും അവരുടെ ഇനി വരാൻ പോകുന്ന ഫ്യൂച്ചർ പെർഫോമൻസസിലും വളരെ ബൂസ്റ്റ് തന്നെയായിരിക്കും അവർക്ക്. എനിവേ എമിറേറ്റ്സ് സ്റ്റേഡിയത്തിൽ നടക്കാൻ പോകുന്ന ഈ ഒരു ലണ്ടൻ ഡെർബിയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്നുള്ളത് താഴെ കമന്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക. അതേപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചാനലിനെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ നിങ്ങളുടെ മറ്റുള്ള ഫുട്ബോൾ ഫ്രണ്ട്സിനെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. നമ്മുടെ ചാനലിൻ്റെ ഗ്രോത്തിന് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും എന്നുള്ളതാണ്. ആൻഡ് ഫൈനലി താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ആൻഡ് ഹാവ് എ നൈസ് ഡേ.